ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടാർഗറ്റ് മാധവ് തന്നെയാണ്. മാധവ് മീൻസ് മാധവിന്റെ അച്ഛന്റെ രാഷ്ട്രീയം. ഈ മോൻ ഏതാ? ഞാൻ ശ്യാമിന്റെ ഫ്രണ്ടാ. ആക്ച്വലി എന്താണ് ഉണ്ടായത്? ഒരുപാട് പേര് കഷ്ടപ്പെട്ടെടുക്കുന്ന സിനിമ ഒരു കാര്യമില്ല, അത് കാശ് വാങ്ങിയോ കാശ് വാങ്ങാതെയോ ഭയങ്കരമായിട്ട് അവഹേളിക്കുന്ന പോലെയാണ് പറഞ്ഞു കളയുന്നത്. അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. എന്റെ ഫ്രട്ടേണിറ്റിയിലുള്ള സിനിമാക്കാരോട് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് കാലത്തിന്റെ മാറ്റമാണ്. നമ്മൾ ഫാൻസിനെ അംഗീകരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ക്രിട്ടിക്സിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. സത്യം പറയാലോ, ഇപ്പൊ എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നണ സുധാകര. അല്ലാതെ അദ്ദേഹം റിവ്യൂ ഇടുന്നുണ്ടോ അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് യാതൊരുവിധ ഇതുമില്ല, എതിർപ്പില്ല. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. മൈ ധ്യാൻ, എത്ര പടം ഞാൻ ധ്യാനെ പറഞ്ഞടാ. ഇന്ന് വരെ ആ മനുഷ്യൻ എന്റെ ധ്യാൻ കുട്ടൻ. സ്നേഹം തന്നെ. ഒരു പ്രശ്നം വരുമ്പോ ഞങ്ങൾ ഒറ്റക്കെട്ടായി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു ഇത്തരം, ഞാൻ പൂർണ്ണമായി ആക്സെപ്റ്റ് ചെയ്യുന്നു ഇത്തരം ക്രിറ്റിസിസത്തിനെ നമ്മൾ വെൽക്കം ചെയ്തേ പറ്റൂ. എന്നാലും മാത്രമേ നമുക്കും ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. മുത്തുപോലെ എന്റെ തലയിൽ സംഗതി ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. അതോടൊപ്പം തന്നെ അശ്വന്തിനെ വിളിച്ചിട്ട് വധഭീഷണി മുഴക്കുകയും തല്ലുകയും പറയുന്ന എന്റെ ഫ്രട്ടേണിറ്റിക്കകത്തുള്ള സിനിമാക്കാരോട് എനിക്ക് പറയുന്നത് അതും ശുദ്ധ പോക്രിത്തരം തന്നെയാണ്. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? അതുകൊണ്ട് തന്നെ ഇത്തരം ഇതുപോലത്തെ ഫാൻസിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിട്ടിക്സിനെ ഇനിയും കാലത്ത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. എനിക്ക് ഇഷ്ടമായി ഇവന്മാരുടെ മുഖത്ത് നോക്കി 4 വർത്താനം പറയാൻ പറ്റിയ പോലീസുകാരെ സ്റ്റേഷനിൽ ഉണ്ടായിട്ടില്ല സാറേ. ഇത്തരം ആൾക്കാരെ കൃത്യമായിട്ട് നമ്മൾ നല്ല സിനിമ ചെയ്ത് വായടപ്പിക്കുക എന്നല്ലാതെ ഞാനെന്താ അത്രയ്ക്ക് മോശം? അയ്യോ, അതുകൊണ്ടല്ല അവരെ വിളിച്ച് വധഭീഷണി മുഴക്കുകയോ അവരെ വിളിച്ച് തല്ലുക എന്ന് പറയുന്നതിനോട് എന്റെ ഫ്രട്ടേണിറ്റിക്കകത്തുള്ള ആൾക്കാരോടും ഞാൻ അത് തന്നെ പറയാനുള്ളൂ. അതൊരിക്കലും ഒരു നല്ല രീതിയിലുള്ള പരിപാടിയല്ല. സത്യം പറഞ്ഞ കാല് മടക്കി കരണത്തിട്ടൊരു തൊഴി വെച്ചു കൊടുക്കാൻ തോന്നി. ധ്യാനെ പോലെ കാണണം നീ 10 അല്ലടാ 100 ജന്മം ജനിച്ചാൽ നീ പറ്റില്ല. ബിക്കോസ് മനുഷ്യന്മാരെ ഇങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തരുത്. അഹങ്കാരം മൂത്തമൂത്ത് ചിതയായി. എന്തെങ്കിലും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയാൽ അതൊന്ന് പ്രേക്ഷകൻ തിരിച്ചറിഞ്ഞാൽ അങ്ങനെ എനിക്കൊരു സൂപ്പർ സ്റ്റാർ ആവാൻ താല്പര്യം. അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. അറിയുമ്പോ ഫീൽ ചെയ്യരുത്, നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. നമ്മളിതിൽ അഭിനയിക്കുന്നവരെല്ലാവരും മുകളിലെത്താൻ തന്നെയല്ലേ അഭിനയിക്കുന്നത്. ഇത്രയും കാലം ഞങ്ങൾ ഇത് സഹിച്ചു, ഇനി സഹിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട.